വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PAM അബ്ദുൽ ഖാദർ. ദരിദ്രനായ ഒരു മനുഷ്യൻ ഒരിക്കൽ ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു അത്രേ, ദൈവമേ, നീ എന്തിനാണ് എന്നെ ദരിദ്രനാക്കിയത്? ദൈവം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: നീ ദാനം ചെയ്യാൻ പഠിക്കാത്തത് കൊണ്ടാണ് ദരിദ്രനായി തീർന്നത്. ഇത് കേട്ട് അന്താളിച്ച ദരിദ്രൻ ദൈവത്തോട് വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു: ദൈവമേ, ദാനം ചെയ്യാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എനിക്ക് ദാനം ചെയ്യാൻ കഴിയുക? ദൈവത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: മറ്റുള്ളവർക്ക് ഒരു പുഞ്ചിരി നൽകാൻ കഴിയുന്നതാണ് നിൻ്റെ മുഖം, മറ്റുള്ളവർക്ക് നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതാണ് നിൻ്റെ നാവ്, മധുരമായ വാക്കുകളിലൂടെ പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസത്തിൻ്റെ കുളിരേകാൻ നിനക്ക് സാധിക്കും, അഗതികളും അനാഥരുമായവരെ പിടിച്ചുയർത്താൻ നിൻ്റെ കൈകൾക്ക് സാധിക്കും. ഇതെല്ലാം ഉണ്ടായിട്ടും മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒന്നുമില്ലെന്ന് നീ എങ്ങനെയാണ് പറയുക? തികച്ചും അർത്ഥവത്തായ ആശയങ്ങളാണ് ഈ സംഭാഷണ ശകലം ഉൾക്കൊള്ളുന്നത്. പണമുണ്ടെങ്കിൽ മാത്രമേ ദാനം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന തെറ്റായ ധാരണയാണ് പലർക്കുമുള്ളത്. മനസ്സിൻ്റെ വിശാലതയും ധന്യതയുമാണ് ദാനത്തിന് പ്രേരകമായിത്തീരുന്നത്. അനുകമ്പയുടെയും സഹാനുഭൂതിയുടെയും സ്നേഹത്തിൻ്റെയും വറ്റാത്ത നീരുറവയിൽ നിന്നാണ് ദാനം നിർജ്ജരിക്കുന്നത്. സഹോദരൻ്റെ വിലാപവും ആവലാതികളും കേൾക്കാനുള്ള മനസ്സ് ശ്രവണേന്ദ്രിയത്തിൻ്റെ ദാനസ്വഭാവത്തെയാണ് കാണിക്കുന്നത്. അന്യൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും കണ്ട് മനസ്സിലാക്കാനുള്ള ശ്രമം കണ്ണിൻ്റെ ദാനമാണ്. അടുത്തു നിൽപ്പോ ഒരനുജനെ കാണാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യമായാൽ അതിലെന്താശ്ചര്യം എന്ന കവിവാക്യം കണ്ണ് നിർവഹിക്കേണ്ട ദാനത്തിൻ്റെ മഹത്വമാണ് വിളിച്ചോതുന്നത്. നാവും കണ്ണും ചെവിയുമെല്ലാം അവയുടെ ദൗത്യം യഥാവിധി നിർവഹിക്കുമ്പോൾ പുണ്യകരമായ ഒരു ദാനമാണ് അവ നിർവഹിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദാനത്തിലൂടെ ലഭിക്കുന്ന ഫലപ്രാപ്തിയെ 7 കതിർക്കുലകൾ മുളപ്പിക്കുന്ന ധാന്യമണിയോട് ഉപമിക്കുന്ന ഒരു ഉദാഹരണം ഖുർആനിൽ കാണാം. ഒരു ധാന്യമണിയിൽ നിന്ന് 7 കതിർക്കുലകൾ, പിന്നെ ഓരോ കതിർക്കുലയിൽ നിന്നും 100 വീതം ധാന്യമണികൾ. അങ്ങനെ കേവലം ഒരു ധാന്യമണിയിൽ നിന്ന് 700 ധാന്യമണികൾ വിരിഞ്ഞുണ്ടാകുന്നു. ഇതുപോലെ നൽകപ്പെടുന്ന സമ്പത്ത് അതിൻ്റെ അവകാശികൾക്ക് 700 ഇരട്ടിയായി പ്രതിഫലം ലഭ്യമാക്കുമെന്നാണ് ദൈവിക വാഗ്ദാനം. നൽകുന്നതിലൂടെ സമ്പത്ത് വളരുകയാണ് ചെയ്യുന്നത്. സത്യസന്ധമായ മനസ്സും സ്നേഹനിർഭരമായ ഹൃദയവും സേവനനിഷ്ഠമായ ജീവിതവും നിർലോഭം ദാനം ചെയ്യാൻ കഴിയുന്ന ഉദാരതയുമാണ് ജീവിതത്തെ വിജയിപ്പിക്കുന്നതും സന്തോഷഭരിതമാക്കുന്നതും. കാരുണ്യത്തിൻ്റെ കരുത്ത് കൈമുതലായുള്ളവർക്ക് മാത്രമേ ഉദാത്തമായ ദാനധർമ്മങ്ങൾ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ കാരുണ്യമാണ് മനുഷ്യ മനസ്സിനെ സുഗന്ധപൂരിതമാക്കുന്നത്. ദയയുടെയും സ്നേഹത്തിൻ്റെയും പരിമളമാണ് കാരുണ്യം പരത്തുന്നത്. ബധിരർക്ക് കേൾക്കാനും അന്ധരായവർക്ക് കാണാനും കഴിയുന്ന ചാലകശക്തിയായിട്ടാണ് കാരുണ്യത്തെ ആംഗലേയ സാഹിത്യകാരനായ മാർക്ക് ട്വെയിൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. രോഗികൾ, വികലാംഗർ, പട്ടിണിപ്പാവങ്ങൾ, ദുരന്തബാധിതർ, തൊഴിൽ രഹിതർ, അനാഥർ, അഭയാർത്ഥികൾ, ഹിംസിക്കപ്പെട്ടവർ തുടങ്ങി കാരുണ്യത്തിൻ്റെ നറുമണം ആശ്വസിക്കാൻ കാത്തിരിക്കുന്നവർ ധാരാളമായി വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് മനുഷ്യരാശി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധങ്ങളും വർഗീയ ഏറ്റുമുട്ടലുകളിലൂടെ ജീവിതപാതയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവർ വേറെയും, ആർത്തരും ആലംബഹീനരുമായവരോട് കാണിക്കുന്ന അനുകമ്പയും അവരുടെ സമുദ്ധാരണത്തിനു വേണ്ടിയുള്ള സേവന സംരംഭങ്ങളും കാരുണ്യത്തിൻ്റെ നിദർശനങ്ങളാണ്. ശക്തനെ കൂടുതൽ ശക്തനാക്കുന്നതും ബലവാനെ കൂടുതൽ ബലവാനാക്കുന്നതും നേതാവിന് കൂടുതൽ ശക്തിയും ഔന്നത്യവും പകരുന്നതും അവരിൽ അന്തർലീനമായിരിക്കുന്ന സ്വഭാവ വൈശിഷ്ട്യമാണ്. മനുഷ്യനോട് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യം കാണിക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. കാരുണ്യം നീതിയുടെ ഭാഗം കൂടിയാണ്. ജാതി മത വംശ വൈജാത്യങ്ങളുടെ പേരിൽ നീതി നിഷേധിക്കപ്പെടുന്നത് കാരുണ്യമില്ലായ്മയാണ്. ദുരിതമനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് കാരുണ്യത്തിൻ്റെ ചിറക് താഴ്ത്തിറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് PAM അബ്ദുൽ ഖാദർ.